ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് രാവിലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങളടുത്തേക്ക് എത്തുക വൈകുന്നേരം 3 മണിയാകുമ്പോഴാണ്. പക്ഷേങ്കിൽ ഞാനിന്ന് രാവിലെ തന്നെ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ വണ്ടൂർ വാണി അമ്പലം കസവ പാരഡൈസാണ് റിസോർട്ടിലാട്ടോ. കൂട്ടുകാരെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി വെക്കുമ്പോൾ ഒരു ലോകം, എന്താ വൈബ്, അടിപൊളി വൈബ്. ഇതുണ്ടല്ലോ നിങ്ങൾ, ഇതന്നെ ഒരു ലോകം കേട്ടോ. ഇതൊന്നും അല്ലാണ്ട് ഇതിലെങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു വൈദ, ഇവിടെ ഇതിലാണ് പോയിട്ടുണ്ടെങ്കിൽ അതിലും അപ്പുറം നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ പോയി നോക്കാം, എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, അടിപൊളി വൈബ് സ്ഥലം തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ റിസോർട്ടിൻ്റെ പേരാണ് കസവ പാരഡൈസ് കേട്ടോ. എല്ലാ സംഗതികളും ഉണ്ട്. പോണ വഴിക്കലൊക്കെ ഒരുപാട് ഫ്രൂട്ടുകൾ നട്ടിട്ടുണ്ട് കേട്ടോ ഇവർ. ഇതിൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അവിടെയൊക്കെ എല്ലാം ഒരുപാട് ഫ്രൂട്ടുകൾ നട്ടിട്ടുണ്ടോ. എന്തൊക്കെ ഫ്രൂട്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്താ ചക്കപ്പഴം, അതുപോലെ ഇതെന്താ റംബുട്ടാൻ, അങ്ങനെ ഒരുപാട് റംബുട്ടാനുണ്ടോ. ഇത് ഒക്കെപ്പാടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാനിന്നൊരു 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടാൽ തീരൂല, അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതൊന്നും അല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് ഇവിടെ എഴുതിയേക്കാത്തതുകൊണ്ട് തന്നെ എനിക്കത് അറിയണില്ല കേട്ടോ. ഇതൊക്കെ എന്താണോ, അതൊക്കെ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് തന്നെയാണ് സംഭവം. നല്ല സ്ഥലമാട്ടെ. ഈ വയലുകളും ഈ നമ്മൾ പണ്ടൊക്കെ പാടത്തേക്കൊക്കെ ഇറങ്ങിയാലുണ്ടാവുമല്ലോ ഒരു ഫീല്, ആ ഒരു ഫീലും അനുഭൂതി ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നുകാണ്ട് ഇത് കണ്ടപ്പോഴേ ഞാൻ സ്കൂളിൽ പോണ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാടത്ത് പണിക്കാരും കളർച്ചലും അങ്ങനെ പാടത്തേക്ക് കഞ്ഞിയും ചോറൊക്കെ കൊണ്ടുപോകണം, ആ ഒരു ഫീലൊക്കെ എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ വേറൊരു എന്താ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടൊക്കെ കാണാണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലം തന്നെയാണ് മക്കളെ. അപ്പം ഇനി ആരും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സുകളും ഫാമിലിയായിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ വന്നോളൂ കേട്ടോ അങ്ങോട്ട്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കപ്പിൾസായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്താം കേട്ടോ. അല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ, ലോ ബേർഡ്സും പ്രാക്കളൊക്കെ ഉണ്ട്. ഒക്കെ കമ്പിക്കോട്ട് കൂടെ കാണുള്ളൂ, ശരിക്കും കാണുന്നുണ്ടാവില്ല. പിന്നെ അതേപോലെ പൂച്ചകളുണ്ട് കേട്ടോ. അവിടെ ഒരു പൂച്ചനെ കണ്ടിട്ട് കടുവൻ്റെ പോലെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കടുവനെ പോലെ കാണാനുണ്ട്. അടിപൊളി. അങ്ങോട്ട് പോണ വഴിക്കൽ ഈത്തപ്പനമരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് മക്കളെ. അത് കാണുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ് വർണ്ണിച്ച് തരേണ്ടതെന്ന് അറിയണില്ല എനിക്ക്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലം, നമ്മൾ പറഞ്ഞാലൊന്നും തീരൂല. പിന്നെ ഇവിടെ തൊട്ട് വേറെ കുറച്ച് ഐറ്റംസുകൾ. ഇതാദ്യം ഞാൻ വിചാരിച്ചു താറാവാണോന്ന്. അപ്പോൾ താറാവാണോ ഇനി വേറെ താറാവിൻ്റെ വേറെ ഐറ്റമാണോ എനിക്കറിയില്ല. ഇറ്റനൊക്കെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. അല്ല, താറാവും നല്ലത് വേറെന്തോ സംഭവമാണ്. പിന്നെ ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ. കുതിര നല്ല ഫുഡ് കഴിക്കണ സമയമാണിപ്പോൾ. എന്താ കുതിര സവാരി. പിന്നെ ഇങ്ങനെ ഇവിടെ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ കുട്ടികളെ പാർക്കും ഉണ്ട് കേട്ടോ. ഈ കുട്ടികളെ പാർക്കൊക്കെ അടിപൊളി തന്നെ കേട്ടോ. ഇങ്ങോട്ടൊക്കെ കുട്ടികളാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പേടിയില്ല. നല്ല സേഫ്റ്റിയിലാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. എല്ലാം നല്ല സേഫ്റ്റിയിലുള്ള പാർക്കുകളാണ്. ഇതൊക്കെ കണ്ടോ, ഊഞ്ഞാലകളൊക്കെ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. ഇത് മൊത്തമായിട്ട് ഞാൻ എടുത്ത് വരുമ്പോൾ ഒരു വീഡിയോയിൽ നോക്കിക്കോളണം ചേട്ടാ. കാരണം ഇത് മുഴുവങ്ങളെ കാണിക്കാതിരിക്കാനും പറ്റണില്ല, എന്തെങ്കിലും കാട്ടിയിട്ട് ആക്കി പോകാനും ഗതികേട്. ഈ കയറി വരുന്നത് പറഞ്ഞാൽ വലിയവർക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ വലിയവർക്ക് കളിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പാടെ എന്തായാലും ഉൾപ്പെടുത്തി വരുമ്പോഴേക്കും ഒരു വീഡിയോയിൽ ഒതുങ്ങൂല. ഏതായാലും ഞാൻ ഇൻഷാ അല്ലാ പാർട്ട് 2 ആയിട്ട് ഇതിൽ അപ്ലോഡ് ആക്കണ്ട കേട്ടോ. എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഇതൊക്കെ വലിയവർക്ക് കളിക്കാനുള്ള സംഗതികളാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ വേറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം.
ഇതങ്ങനെ പോയിട്ട് കഴിഞ്ഞാൽ അതൊരു ലോകമാണ് കേട്ടോ. ഇവിടേക്ക് എടുത്ത് പറയേണ്ട കാര്യം എല്ലാത്തിനും നല്ല സേഫ്റ്റിയാണ് കേട്ടോ. ഓരോന്നിനും നല്ല സേഫ്റ്റി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചിത്രം വരക്കേണ്ടവർക്ക് ചിത്രം വരയ്ക്കുക, അതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ അവിടെ നമുക്ക് ചെറിയ ടീ കോഫിയൊക്കെ കഴിക്കണമെങ്കിൽ സംവിധാനമുണ്ട്. ഇവിടെ ലുഡോ ബോർഡ് കളിക്കാനുള്ള ടേബിളുണ്ട്. ഇത് ആ ലുഡോ ബോർഡിൻ്റെ പാമ്പും കോണില്ലേ, അത് കളിക്കാനുള്ളത്. ചെസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒന്നുണ്ട് ഒന്നില്ല അറിയാല്ല, എല്ലാം ഉണ്ട്. ഇത് കളിക്കാനുള്ള സാമഗ്രികളൊക്കെ ഇതിന് ഒരു വലിപ്പം കേട്ടോ, ആ വലിപ്പത്തിലുണ്ടാവും കേട്ടോ. അതുപോലെ ഈ ഒരു സംഭവമുണ്ട്. എല്ലാ ഗെയിംസ് നമുക്ക് വലിയ കളിക്കാൻ പറ്റിയ എല്ലാ ഗെയിംസും ഉണ്ട് കേട്ടോ. ഇതൊരു ഐറ്റം ഗെയിമാണ്. ഇത് പിന്നെ ഞാൻ കളിച്ചു നോക്കിയിട്ടില്ല, ഇത് എനിക്ക് കളിക്കാൻ അറിയില്ല കേട്ടോ. അല്ല ഇത് നല്ല അടിപൊളി ഗെയിമാണ്. ഇത് കുറേ ആൾക്കാർ കളിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു വെള്ളം ഫിൽട്രേഷൻ്റെ പോലെ ഒരു സംഭവമാണ്. ഇതിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പറ്റിയ ജിം ഐറ്റംസിൻ്റെ പോലെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, എക്സസൈസിനൊക്കെ ഉള്ള അതിന് പറ്റിയ ഏരിയ ഉണ്ട്. ഇത് കാണുമ്പോൾ ഒന്നുണ്ട് ഒന്നില്ല പറയാനില്ല, എല്ലാ സംഭവവും ഇവിടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ വന്ന് കണ്ട് അലങ്കോലാക്കിയതാട്ടോ കസാരയൊക്കെ ഇങ്ങനെ കിടക്കണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ റൂം കാണാണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ പുറത്തത്തെ കാഴ്ചകളൊക്കെ ആദ്യം കാണിച്ചു തരാം കേട്ടോ. നമ്മളൊക്കെ നല്ല എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഗതികൾ കുറേ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കാണുമ്പോൾ തന്നെ ഇത് നാച്ചുറൽ ചക്കയാണ് കേട്ടിട്ട്. ഞാൻ സത്യമായിട്ട് നാച്ചുറലാക്കിയത്, പക്ഷേ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കൂട്ടുകാരെ കണ്ടോ, ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമുക്കൊരു ഫുട്ബോൾ ടർഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ പ്ലാവുമ്മ ചക്ക കഴിച്ചിക്കണ കണ്ടോ, ജാക്ക് ഫ്രൂട്ട് ഇതുമൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ചക്ക കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ചക്ക ഉണ്ടോ. ഇതതുപോലെ എന്തോ ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് ഇവിടുന്നാ മക്കോട്ടാദേവേ, പറിച്ചോനെ കിട്ടാത്ത തൊള്ളി കിട്ടാത്ത ഓരോരോ പേരും. ഈ ഫ്രൂട്ട് എങ്ങനെ കഴിച്ചാലും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ദടവടി ഉണ്ട് കിളികൾ പാറി പറന്ന് നടക്കുന്നു, നല്ല അടിപൊളിയാണ്. ഇവിടെ ഇവരെന്താ ഇവരെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റ് നമ്മൾ വരുന്നിടത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഊഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഈ ഊഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ. ഇവിടെ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിച്ചിട്ടുണ്ടാവും. ഇതൊരു 8 വീഡിയോയിലും എന്തായാലും അല്ല 8 മിനിറ്റിൻ്റെ വീഡിയോയിലൊന്നും എന്തായാലും ഒതുങ്ങൂല കേട്ടോ. ഞാനേതായാലും ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. ഈ വീഡിയോ ലെങ്ത്ത് കൂടിയാൽ കാണാനുള്ള ആളുണ്ടാവില്ലല്ലോ.